വേറൊരു കാണുന്നത് ഞാൻ ഇന്നലെ അത് പോകണ്ട. വന്നതേ ഉള്ളൂ. നേരെ പോയി മോനിക്കുട്ടിൻ്റെ സ്കൂളിൽ നിന്നല്ല ടീച്ചറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് അമ്മമ്മയുടെ അടുക്ക വരെ പോയതാണ്. പോയിട്ട് ഇങ്ങോട്ട് വന്നു. പോയി കുളിക്കല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ചോറൊക്കെ വെക്കണം. ചോറിരിപ്പില്ല, ചോറ് വെക്കണം. സാമ്പാർ ഇച്ചിരി ഇരിപ്പുണ്ട്. വേറെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വെക്കുന്നില്ല. ഈ വീഡിയോ എടുക്കുന്നത് ഫെബ്രുവരി 4-ാം തീയതിയാണ്. ഫെബ്രുവരി 4 എന്ന് പറയുന്നത് വേൾഡ് ക്യാൻസർ ഡേ ആണ്. അപ്പോൾ എനിക്ക് അസുഖം വന്നതിന് ശേഷം ഞാൻ FBയിലൊക്കെ സ്റ്റോറീസ് ഷെയർ ചെയ്യുന്ന കാര്യം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഞാൻ 3 ദിവസങ്ങളിലാണ് ഇത് ഷെയർ ചെയ്യാറുള്ളത്. ഒന്ന് എൻ്റെ സർജറിയുടെ ദിവസം, അതായത് ജൂലൈ 24 എൻ്റെ സർജറി കഴിഞ്ഞത്. അന്ന് ഞാൻ എന്തെങ്കിലും കുത്തിക്കുറിച്ചിടാറുണ്ട്. പിന്നൊന്ന് ഈ ക്യാൻസർ ഡേയുടെ അന്ന്. അത് ഞാൻ മാത്രമല്ല, ഒരുപാട് സർവൈവേഴ്സ് ഇതിനകത്ത് ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ തവണയും നമ്മളിത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെങ്കിലും വന്ന് പറയും, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ, ഇത് നെഗറ്റീവ് അല്ലേ, ഇത് കഴിഞ്ഞ കാര്യങ്ങളല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് കമൻ്റ് ഇടാറുണ്ട്. ഇത്തവണയും ഞാനത് പ്രതീക്ഷിച്ച് തന്നെയാണ് പോസ്റ്റ് ഷെയർ ചെയ്തത്. അപ്പോൾ അതിനകത്ത് ഒരാൾ വന്ന് ഒരു എസ്സേ കണക്ക് ഒരു കമൻ്റ് എഴുതിയിട്ടു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോയിലും അതേപോലെ ഒരു എസ്സേ എഴുതിയിട്ടുണ്ടായിരുന്നു. അവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല, എന്നിട്ടും അവരതേപ്പറ്റി കുറേ വിശദീകരിച്ച് കമൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ചിന്തിക്കാതെ കുറേ കാര്യങ്ങളാണ് എഴുതിയിട്ടിരുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് വളരെ മാന്യമായിട്ടാണ് മറുപടി കൊടുത്തത്. അപ്പോൾ ഈ പോസ്റ്റിന് താഴെയും അവരതേപോലെ വന്ന് കമൻ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു. കാരണം എനിക്ക് ഈ പറയുന്ന നെഗറ്റീവ്, നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ എനിക്കത് മതി. എനിക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും എന്നോട് സ്നേഹമുള്ളവരെ ഇഷ്ടപ്പെടുന്നവരെ മതി. അല്ലാത്ത ആരും എനിക്ക് വേണ്ട. അത് എന്നോട് അഹങ്കാരമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഷെയർ ചെയ്യുമ്പം എന്താ പറയുന്നത്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ്. അഭിപ്രായം പറഞ്ഞു, അത് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളല്ലേ തീരുമാനിക്കുക. അത്രേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്താ, നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലൊക്കെ വേറെ ഒരാൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം നമുക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അവരെ നമ്മളിൽ നിന്ന് നീക്കിക്കളയുക. അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്ത് എനിക്ക് അഹങ്കാരമാണോ, നിഷേധിയാണോ, തൻ്റെടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും എനിക്കൊരു കാര്യവുമില്ല. ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോറീസ് ഷെയർ ചെയ്യും. അപ്പോൾ അത് ഫെബ്രുവരി 4 ആയതുകൊണ്ട് അതൊരു ഉച്ചയ്ക്ക് മുമ്പേ പോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിലൊന്നും എനിക്കത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെയൊക്കെ അത് എഴുതണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. എൻ്റെ യൂട്യൂബ് ഫാമിലിയിൽ വന്നതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്, എൻ്റെ ഭർത്താവ് എവിടെ, എൻ്റെ ഫാമിലി എന്താണ്, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ ഒരു ദിവസത്തോടെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി. അതിനുള്ള തീരുമാനങ്ങളെല്ലാം ആയി. അങ്ങനെ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ അതിനെപ്പറ്റി ഇനിയും ആരും, ഈ വീഡിയോ കാണുന്ന ആരും ഇനിയും ചോദിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ചിലരുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചേക്കാം, അവർ കരയുന്നെങ്കിൽ കരയട്ടെ, അല്ലെ അവർ വിഷമിക്കുന്നെങ്കിൽ വിഷമിക്കട്ടെ, അവൾ ഇച്ചിരി കരയട്ടെ എന്ന് തന്നെ കരുതി എന്തെങ്കിലുമൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് പറയുവാണ്, ഇനി അങ്ങനെ ഒരു ചാപ്റ്റർ ഇല്ല, ക്ലോസ്ഡ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സ് വല്ലാത്തൊരു നെരിപ്പോടിലിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ ഞങ്ങളെ കാണാൻ വന്നിരിപ്പുണ്ട്. ഇന്നില്ല അമ്മക്ക് കുറച്ച് സാധനം ലൈസിന്റെ കൂട്ടുകാരുടെ ഒരു മുട്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് പ്രിയങ്ങളെ. ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും മോശമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സ് ശരിയല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ഒരു അനുഭവത്തിൽ നിന്ന് അതിജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ദുരന്തമല്ല, അത് ദുരന്തമായിട്ട് കാണുന്നതാണ് പ്രശ്നം. അപ്പോൾ അതൊക്കെയാണ് പ്രിയങ്ങളെ ഇന്നത്തെ വിശേഷം.
അപ്പോൾ ഞാൻ ഈ കമൻ്റ് ഇട്ട ആളിനെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഇനി എൻ്റെ വീഡിയോ കാണണ്ട. കാരണം ഞാൻ ചെയ്യുന്നതും പറയുന്നതും എല്ലാം ബോറാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്തിരുന്ന് കണ്ടു വെച്ച് എന്തിനാ അവരുടെ മനസ്സ് വെറുതെ ഇങ്ങനെ ടെൻഷനാകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും പോയിരുന്ന് കാണട്ടെ. അപ്പോൾ അത് എൻ്റെ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നമുക്ക് ഇനി ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. 41 വയസ്സായില്ലേ, ഇനിയിപ്പോൾ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഫ്രെയിം ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഞാൻ ഇന്നത്തെ ആ ഒരു നിലപാട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കഞ്ഞിക്ക് ഇച്ചിരി വെള്ളം അങ്ങോട്ട് വെക്കട്ടെ. നമുക്ക് വല്ല അത്താഴം കഴിച്ച് കിടക്കണ്ടേ. എന്നിട്ട് കുളിച്ച് ജപിച്ചൊക്കെ വരാം. അമ്മ എനിക്ക് ഇച്ചിരി ചേമ്പ് പുഴുങ്ങിയത് തന്നു. ചേമ്പ് പുഴുങ്ങിയത് മുളക് ചമ്മന്തി. അപ്പം മുളക് ചമ്മന്തി അതിനകത്തുണ്ട് കേട്ടോ. കുളിച്ച് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെസപ്പിന് ഞാനൊരു സാധനം ഇവിടുന്ന് എടുത്ത് അന്നേരം എൻ്റെ പ്രിയങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നായിരുന്നു, ഞാൻ 2 ദിവസമായിട്ട്, ഇന്നലെ അല്ല മെനഞ്ഞാന്നാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫാർമസിയിൽ ഇരുന്ന സമയത്ത് ഒരു ഫാമിലി വന്നു. അമ്മയും മോളും അച്ഛനും കൂടിയാണ് വന്നത്. അപ്പോൾ പുള്ളിക്കാരി അവരിങ്ങനെ വന്ന് കയറിയപ്പം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ കാണാൻ വന്നതാണെന്നുള്ളത്. അപ്പം ഞാൻ എഴുന്നേറ്റ് ചെന്ന് അപ്പം അമ്മക്കിളിയല്ലേ എന്നൊക്കെ ചോദിച്ചു. എൻ്റെ ദൈവമേ, ആ വന്ന പുള്ളിക്കാരി കണ്ണ് നിറഞ്ഞിങ്ങനെ കുടുകുടാന്നൊഴുകുമോ എന്നെ നോക്കിയിട്ടങ്ങ് കരയുക കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ എനിക്കും സങ്കടം വന്നു. അപ്പോൾ വന്നത് ബ്ലസ്സി എന്ന് പറയുന്ന ഒരാളാണ് വന്നത് കേട്ടോ. മോളുടെ പേര് അബിഗേൽ. മോള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം അവർ വന്നപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പോകുന്ന സമയം വരെയും കാര്യത്തിലായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് അവിടുന്ന് പോയത്. അങ്ങനെ കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നോട് കാര്യം പറയുമ്പോഴെല്ലാം കണ്ണുനീര് ഒഴുകുവാണ്. അന്നേരം ഞാനിങ്ങനെ ഓർത്തു, എനിക്ക് വേണ്ടിയിട്ട് കണ്ണുനീരൊഴുക്കാൻ ഈ ഭൂമിയിൽ ഒരാളെങ്കിലും ഉള്ളത് എത്ര വലിയ ഭാഗ്യവതിയാണ് ഞാനെന്നുള്ളത്. അപ്പോൾ അത് സ്നേഹം കൊണ്ടായിരിക്കാം, സന്തോഷം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടാവാം. എന്ത് തന്നെ ആയിരുന്നാലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ബ്ലെസ്സി കൊണ്ടു തന്ന ഒരു സാധനമാണിത് കേട്ടോ. ഇതും കുറേ ചോക്ലേറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തില്ലായിരുന്നു. ഇതെന്തുവാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പം മോനുകുട്ടനും പറഞ്ഞു അവനും വിശക്കുന്നത്. അപ്പം ഞാനിത് എടുത്ത് നോക്കിയതാണ്. ഇതിൻ്റെ പേര് മാർഷ്മാലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പറഞ്ഞു കഴിയുമ്പം ചിലരൊക്കെ നമ്മളെ കളിയാക്കും. അപ്പോൾ ഇതാണ് സാധനം. മോനുകുട്ടൻ കഴിച്ചു, എനിക്കിച്ചിരി തന്നു, പക്ഷേ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒന്നും കൂടി എടുത്തതാണേ. പിന്നെ രാവിലെ ഞാൻ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കി. ഇന്നലെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പിന്നെ ചമ്മന്തി അരയ്ക്കാനൊന്നും മെനക്കെട്ടില്ല. സാമ്പാറും ദോശയായിരുന്നു. അപ്പം ഞാൻ മോനുകുട്ടനെ വിട്ടിട്ട് എന്താ പറയുക, കുറേ തുണികൾ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ വാട്ടർ ടാങ്ക് ഇവിടെ ഒരു താണ സ്ഥലത്തായിരിക്കുന്നത്, അതായത് അധികം ഹൈറ്റ് ഇല്ലാതായിരിക്കുന്നത്. അപ്പം വാഷിംഗ് മെഷീനകത്ത് വെള്ളം വീഴുന്നത് വളരെ സ്ലോയിലാണ്. അന്നേരം തുണി കഴുകിയെടുക്കാൻ കുറച്ച് താമസിച്ചായിരുന്നു. അപ്പം ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴെങ്കിലും ഇത് കഴിയുമെന്നോർത്ത്, പക്ഷേ കഴിഞ്ഞില്ല. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് കോടതിയിൽ പോകേണ്ട ദിവസമായിരുന്നു. 11 മണിക്ക് കോടതി കയറുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ ചെല്ലണമെന്നാണ് അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിക്കാനൊക്കെ എനിക്ക് പ്രയാസമാണ്. ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ ഇവിടുന്ന്. 10 കൂടി വന്നൊരു 15 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് ടൗണിലെത്താൻ. 8 കിലോമീറ്റർ. ആ 8 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നത് ഒരു 8000 കിലോമീറ്റർ ഓടിക്കുന്ന പോലെയാണ് എനിക്ക് ചില ദിവസങ്ങളിൽ. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. മനസ്സ് ശരിയല്ലായിരുന്നു, മനസ്സിനൊരു ബലം പോരായിരുന്നു. അപ്പോൾ ഞാൻ തുണി കഴുകി വിരിച്ചിട്ട് പോകാൻ നിന്നാൽ സമയം പോകും. അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീൻ ഒരു 15 മിനിറ്റും കൂടി ഉണ്ടായിരുന്നു. ഞാനത് ഓഫ് ചെയ്തിട്ടിട്ടാണ് പോയത്.
മോനുകുട്ടനും ഞാനും കൂടെ ഇവിടെ കയറിയിട്ടാണ് അമ്മയുടെ അടുക്കലോട്ട് പോയത്. അന്നേരം ഞാനത് ഓണാക്കിയിട്ടു. അപ്പോൾ തുണിയെല്ലാം കഴിഞ്ഞ് അതെല്ലാം എടുത്ത് വിരിച്ചു. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു പ്രിയങ്ങളെ. പിന്നെന്താ പറയുന്നേ, ഇന്ന് കോടതി നിന്നപ്പോഴൊക്കെ ഞാനിങ്ങനെ പല കാര്യങ്ങളും ഓർത്തു. നമ്മൾ എത്രയോ കാലം എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ഹിതം എന്താണ്, ആരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്നൊന്നും അറിയാതെ ജീവിക്കുന്നു. അതിനുശേഷം ഇന്ന ആളാണ് നമുക്കുള്ളതെന്ന് നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ കണ്ടുപിടിക്കുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലുള്ളവർ കണ്ടുപിടിച്ചു. ഞാൻ അതാണ് എൻ്റെ ജീവിതം എന്ന് കരുതി അതിലേക്ക് കാലെടുത്ത് വെക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വലുതിലേക്ക് പോകുന്നു, സോൾവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം, നീണ്ട 20 വർഷത്തെ ജീവിതം എന്നും കൂടെ ഉണ്ടാവും. നമ്മുടേതെന്ന് നമ്മൾ കരുതി വിശ്വസിച്ചിരുന്നതൊക്കെ എത്ര പെട്ടെന്നാണ് വളരെ നിസ്സാരമായിട്ട് ആ കോടതി മുറിയിൽ. അതിപ്പോൾ എൻ്റെ ജീവിതം മാത്രമല്ല, ഒരുപാട് ഫാമിലി അവിടെ നിൽപ്പുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് വന്നവരെയൊക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. എൻ്റെ കുഞ്ഞുങ്ങളെ എന്തായാലും കോടതി വരെ എന്തെങ്കിലും കൊണ്ടുപോകാൻ ദൈവം എനിക്ക് ഇട വരുത്തിയില്ല. അതൊരു സന്തോഷം. ഞാനോ പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് അവിടെ നിന്ന് പോർത്ത് പ്രിയങ്ങളെ. ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പം കുറേ ആൾക്കാരെ വിളിക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്നു, കുറേ പൈസ മുടക്കുന്നു. എന്തായാലും ആഘോഷത്തോടെ ആരവത്തോടെ ആളും ബഹളവും ഒക്കെ ആയിട്ട് ഒരു ഫാമിലി ഉണ്ടാവും. പക്ഷെ അത് അവസാനിക്കാൻ അത്രയൊന്നും ആരവങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ അവസാനിച്ച് കിട്ടുമല്ലേ. അങ്ങനെ ചിലർക്ക് അങ്ങനെയാണ് വിധി. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ നശിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ എൻ്റെ കണ്ണുനീര് കാണാൻ ആഗ്രഹിച്ച ചിലർ ഇവിടെ ഇങ്ങനെ പമ്മി പതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഇത് കേട്ടോ. നിങ്ങൾ കരുതിയതുപോലെ ഞാൻ വീണു പോകുമെന്നോ ഞാൻ തളരുമെന്നോ ഒന്നും വിചാരിക്കണ്ട. കാരണം ആരുടെയും ജീവിതത്തിൽ ഒരു നാശം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഒരാളോടും തെറ്റും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് അതൊക്കെ ഭയക്കുന്നത്? എൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ ഭയക്കണം. കാരണം എന്താ വെച്ചാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ ജീവിതമാണ് കുട്ടിച്ചോറാക്കി ഈ വിധമാക്കിയത്. അത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ കൂടി വന്ന കോടതിയിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ഒക്കെ അങ്ങോട്ട് പൊക്കോട്ടെ, അതൊക്കെ അവിടെ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ തീർന്നേനെ. പക്ഷേ അത് മുതലെടുത്ത് കുറെ കൂടെ വിഷം നിറച്ച് ഈ വിധത്തിലോട്ടൊക്കെ ഞങ്ങൾ ഈ വാടക വീട്ടിലേക്ക് എത്തപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിച്ച മഹത് വ്യക്തികളുണ്ട്. അപ്പോൾ അവരോടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ, ഒരുപാട് പേരൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളൊന്നും എനിക്കില്ല. അപ്പം അങ്ങനെയുള്ള 1-2 മഹത് വ്യക്തികളൊക്കെ എൻ്റെ അറിവില്ലാതെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ വ്യക്തികളോട് പറയുവാണ്, നിങ്ങൾ ചെയ്ത നല്ല കാര്യത്തിന് നിങ്ങൾക്കെന്നും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. പക്ഷെ കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവില്ല എന്നൊരു പരമാർത്ഥമുണ്ട്. അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക കേട്ടോ. നമ്മളിങ്ങനെ മുൻകരുതലോടെ പോയാൽ പെട്ടെന്നൊരു അടി കിട്ടിയാൽ നമുക്ക് താങ്ങാനുള്ള ഒരു ഇത് കിട്ടും. അതല്ലാതെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നെങ്ങാനും ആരെങ്കിലും അടിച്ച് താഴെ ഇട്ടാലും. അതുകൊണ്ട് ഒരു കരുതലോടെ ഇരിക്കുക. കാരണം നിങ്ങൾ ചെയ്തത് അത്ര നല്ല പുണ്യപ്രവൃത്തിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നിൽക്കട്ടെ പ്രിയങ്ങളെ. ഈ പറയുന്ന പോലെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. എന്താ പറയുന്നത്, കണ്ണുനീരോടെ ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഇവിടെ വന്നിരിക്കുമെന്നൊക്കെ കരുതിയിരുന്ന സ്വപ്നം കണ്ടിരുന്ന അവർക്കൊക്കെ നിരാശയായി കാണും. പോട്ടെ, സാരമില്ല, നോക്കാം, കരയാൻ നോക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മാർഷ്മാലോ കഴിക്കട്ടെ പ്രിയങ്ങളെ. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു ബ്ലസ്സിക്കുട്ടി. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്പർ മേടിച്ചിട്ടുണ്ട്, മെസ്സേജ് ഇടണം. എന്തോരം കരഞ്ഞു എന്ന് ഒരു ചക്കരമ്മ കൊടുക്കണം. ഞാൻ കുക്കറിനകത്ത് ഇച്ചിരി അരി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ വെന്തോന്നും. മീനും മറക്കാം, ചോറുണ്ണാം. എന്തോന്ന് നോക്കാം. വെന്തു പ്രിയങ്ങളെ. നമുക്ക് തിളപ്പിച്ച് വാർത്ത് വെക്കാം. കുറച്ചരിയേ ഇട്ടുള്ളൂ ഞാൻ, കുക്കറിനകത്തായതുകൊണ്ട്.
മോനിക്കുട്ടന് ദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കണം. ഇന്നലെ EVS-ന്റെ 65 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് രാത്രി വരെ ഇരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു. 10-11 മണി വരെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ബാക്കി രാവിലെ. എന്നിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് 10 അല്ല 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് 2 ചെയ്തിട്ട് സമയമില്ലായിരുന്നു. ഇന്നും അപ്പോൾ അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ വരുമെന്ന് പറയുന്നു. വന്നോന്ന് നോക്കിയില്ല. ചോറൊക്കെ ഉണ്ടിട്ട് വേണം അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വന്നെങ്കിൽ. ദോശ ഉണ്ടാക്കി ചോറൊക്കെ വാർത്തിട്ട് മോനിക്കുട്ടാനുള്ള ദോശ ഉണ്ടാക്കട്ടെ. മീൻ മറക്കാൻ അങ്ങോട്ട് വെച്ചേക്കുന്നു. ശബ്ദം കേൾക്കാം. മോനിക്കുട്ടനുള്ള ദോശ ഉണ്ടാക്കി കഴിഞ്ഞു പ്രിയങ്ങളെ. നമുക്ക് അത്താഴം കഴിക്കാം. മോനു കഴിക്കാം. എന്നിട്ട് അത് എഴുതാനായിട്ട് ഇത് വന്നോ നോക്കാം. എന്നിട്ട് എഴുതാം. ബാ കുറച്ച് എഴുതാം. ബാക്കി രാവിലെ എഴുതും. ബാ കഴിക്കാം. അയ്യോ എവിടെ കഞ്ഞിവെള്ളം ചൂടുണ്ടേ. കഴിച്ചിട്ട് വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓർഡർ ആയിട്ട് ഞാനും ഇന്ന് കഞ്ഞിവെള്ളം കുടിക്കും. നല്ല രുചിയുള്ള കഞ്ഞിവെള്ളം. കുക്കറിനകത്ത് വെച്ചോണ്ടേ നല്ല കഞ്ഞിവെള്ളം. ഇച്ചിരിയും ചോറ് മതി. 2 ചേമ്പൂട് എടുക്കാം. മോനിക്കുട്ടന് സാമ്പാറിനകത്തെ ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അങ്ങനെ കഷ്ണം കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവന് കഷ്ണമെല്ലാം അടിച്ചു മാറ്റി. മീൻ വറുത്തത് എനിക്ക് മോനിക്കുട്ടനൂടെ കേട്ടോ. ഞാൻ തന്നെ തിന്നൂല. പിന്നെ അതേ ചേമ്പ് പുഴുങ്ങിയത് മുളക് ചമ്മന്തിക്കകത്ത് ഇട്ടേക്കുമായിരുന്നു അമ്മ. അതുകൊണ്ടാട്ടോ. മുളക് ചമ്മന്തി ഞാനിങ്ങനെ എടുത്ത് ഇരിക്കട്ടെ. ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്നത് തീരുമാനം നടന്ന ദിവസമാണ്. എപ്പോഴൊക്കെയോ നമ്മളെടുത്ത തീരുമാനം തെറ്റിപ്പോയത് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. അത് ശരിയായ തീരുമാനമായിരുന്നില്ല. തിരുത്താമായിരുന്നു. അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്ഷമിച്ചു, സഹിച്ചു. അതൊക്കെ വെറുതെ ന്യായീകരണം പറയാം. ജീവിതം നമ്മുടേതാണെന്ന് നമ്മൾ ചിന്തിച്ച് ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കണമായിരുന്നു. ഇനിയുള്ള തലമുറയ്ക്ക് അതിന് കഴിയട്ടെ. എന്നെപ്പോലുള്ള ഒരുപാട് പേരുടെയും പ്രാർത്ഥനകൾ അതായിരിക്കും. എൻ്റെ അനുഭവം ആർക്കും വരരുതെന്നായിരിക്കും പലരും പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം നമുക്കിനി നാളെ കാണാം പ്രിയങ്ങളെ. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം കേട്ടോ. നാളെ കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.